ഹലോ, ഞാൻ മേരി ജേക്കബ്. എല്ലാവരും വളരെ സന്തോഷമായി വിഷു ആഘോഷിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് കോയിൻസ് ജസ്റ്റ് വിഷുക്കണിയായിട്ട് ഓണത്തിനുമൊക്കെ ഞങ്ങൾക്ക് ഓരോ കോയിൻസൊക്കെ തരും, അത്രയൊക്കെ ഉള്ളൂ. അതിനപ്പുറമായിട്ട് യാതൊരു ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ കാണും മറ്റുള്ളവരുടെ വീടുകളിലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ യൂട്യൂബിലെ ഒക്കെ ഉള്ള ആഘോഷങ്ങളൊക്കെ ഞാൻ കണ്ടു. വിഷു സദ്യ കണിയൊരുക്കി വെച്ചേക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് ധാരാളം പേർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു, സന്തോഷം. ഞാൻ കുറച്ച് ദിവസമായി തിങ്കളാഴ്ച ആയുർവേദ കോട്ടക്കൽ ആയുർവേദ ഡോക്ടറെ കാണാൻ പോയി. കുറച്ച് മരുന്ന് തന്നു. ദേഹവേദന, ബാക്ക് പെയിൻ, അങ്ങനെ ഇച്ചിരി ഒന്ന് സ്ലിം ആകണം എന്നൊക്കെ ശരീരത്തിനൊരു ക്ലേശം പോലെ. പാരസെറ്റമോളൊന്നും കഴിച്ചിട്ടൊന്നും ശരിയായില്ല. എന്നാൽ പിന്നെ ഡോക്ടറെ കാണാമെന്ന് ചിന്തിച്ചു. കഷായവും ടാബ്ലറ്റും ഒക്കെ തന്നിട്ടുണ്ട്, ക്യാപ്സ്യൂൾ ടാബ്ലറ്റൊക്കെ തന്നു. അതൊക്കെ കഴിച്ചു. 2-3 ദിവസം കൊണ്ട് വീഡിയോകളൊന്നും ചെയ്തില്ല. രാവിലെ ഒരു ബൈബിൾ വചനം മാത്രം ഇടും, അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മേല് മാത്രമേ തലയൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായത് ഇന്നാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ പഥ്യമൊന്നുമില്ല. മത്സ്യമാംസാദികൾ കഴിക്കരുത്. അത്യാവശ്യമാണെങ്കിൽ അല്പം ഒരു മുട്ടയോ അല്പം ചിക്കൻ പീസസോ കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ല. മത്സ്യം പാടില്ല, പാല്, മോര്, തൈര് പാടില്ല, പുളിയുള്ള സാമ്പാർ അങ്ങനെയുള്ള ഒന്നും പാടില്ല. അല്ലാത്ത സാധാരണ ഭക്ഷണങ്ങളൊക്കെ തന്നെ കഴിക്കാം. ദോശ, ഇഡ്ഡലി കഴിക്കാൻ പാടില്ല, പുളിയാണ്. അത് ഉഴുന്ന് ചേരുന്നത് കുറച്ചുകൂടി ഒരു ഇൻഫ്ലമേഷൻ, എനിക്ക് ഇച്ചിരി വെയിറ്റും കൂടെ ഒന്ന് കുറയണം ഒരാവശ്യം കൂടെ പറഞ്ഞതുകൊണ്ട് ദോശ, ഇഡ്ഡലി കഴിക്കുകയേ വേണ്ട. ആവിയിൽ വെച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ, പുട്ട്, കൊഴുക്കട്ട, ഇഡ്ഡലി, ഇടിയപ്പം ഇത്യാദികളെല്ലാം കഴിക്കാം. അപ്പവും കഴിക്കാം. നമ്മുടെ വെള്ളയപ്പവും പാലപ്പവും അതൊക്കെ കഴിക്കാം. ഈസ്റ്റുണ്ട്, പഞ്ചസാര, ഷുഗറുണ്ട്, അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. കൊഴുക്കട്ട, അട, പുട്ട് ഇതൊക്കെയാണ് രാവിലെ മുതൽ. പിന്നെ ബ്രെഡ് കഴിക്കാം. ബ്രെഡും സ്റ്റൂവും അധികം ഉരുളക്കിഴങ്ങ്, റൂട്ട്സ് അധികം വേണ്ട. പഴയതുപോലെ തന്നെ, എന്നാലും കുറച്ചുകൂടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതോ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ ജസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഒരു ഡോക്ടേഴ്സ് മെഡിസിൻ എഴുതുന്നത്. അതിനത്ര കുറച്ചുകൂടി ഇച്ചിരി മോഡേൺ ആയിട്ടുണ്ട് ഒക്കെ അത്യാവശ്യമെങ്കിലും. ഇച്ചിരി പ്രയാസമാണ്. പക്ഷേ പിന്നെ രാത്രിയിലെ ഓട്സ് പൊടിച്ച് അല്പം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ദോശയുണ്ടാക്കി എന്തെങ്കിലും കറികളിൽ കൂട്ടി രാത്രി ഭക്ഷണം അതാക്കാൻ പറഞ്ഞു. ഇടനേരങ്ങളിൽ അല്ലാതെ ഒന്നും കഴിക്കേണ്ട. കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ വേവിക്കാതെ അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം. അങ്ങനെ സിമ്പിളായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും. ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം നമുക്ക് കാണാം. അതിൽ നിന്ന് ഫ്രഷായിട്ട് ആയതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് ചിന്തിച്ചു. ഓക്കെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വീണ്ടും നേരുന്നു. ധാരാളം ചാനലുകൾ, ധാരാളം എൻ്റെ കണിയൊരുക്കലും അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നത്, സദ്യ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാം കാണുന്നത് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.